സ്കൂളിലെത്താൻ വൈകിയതിന് 5ാം ക്ലാസ് വിദ്യാർത്ഥിയോട് പ്രതികാരം. നടപടി സ്വീകരിച്ച കൊച്ചിൻ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലിനെതിരെ പ്രതിഷേധം. ഇന്നലെ രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. സ്കൂളിലെത്താൻ വൈകിയെന്ന കാരണത്താൽ പടമുകൾ താണാപാടം സ്വദേശിയായ 5ാം ക്ലാസ്സുകാരനെയാണ് വെയിലത്ത് ഗ്രൗണ്ടിൽ ഓടിക്കുകയും ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കിരുത്തുകയും ചെയ്തത്. പിന്നീട് കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്താനാവില്ലെന്ന് സ്കൂൾ അധികൃതർ പിതാവിനെ ഫോണിൽ വിളിച്ചറിയിച്ചതോടെയാണ് സംഭവം പുറത്തായത്. തുടർന്ന് രക്ഷിതാക്കൾ പ്രതിഷേധവുമായി സ്കൂളിലെത്തി. കുട്ടിയെ TC തന്ന് പറഞ്ഞുവിടുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞതായി കുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. തുടർന്ന് SFI, KSU പ്രവർത്തകരും സ്കൂളിലെത്തി. പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം നടത്തി. പ്രതിഷേധം വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും കലാശിച്ചു. തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വൈകി വന്നതിന് കുട്ടിക്കെതിരെ പ്രതികാര നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. കുട്ടികൾ ഡിസിപ്ലിൻ പാലിക്കാനായി കുറച്ച് കർശനമായ നടപടികൾ സ്വീകരിക്കാറുണ്ട്. ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്ക് ഇരുത്തിയെന്നത് അടിസ്ഥാനരഹിതമാണെന്നും അവർ പറഞ്ഞു. സംസ്ഥാനത്തെ ഒരു സ്കൂളിലും കുട്ടികൾക്കെതിരെയുള്ള ഒരു വിവേചനവും ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും പറഞ്ഞു. കൊച്ചിൻ പബ്ലിക് സ്കൂളിലുണ്ടായ സംഭവം അന്വേഷിക്കാൻ എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഒരു കുട്ടിയോടും ഇങ്ങനെ പെരുമാറാൻ ഒരു അധ്യാപകനോ മാനേജ്മെന്റിനോ അവകാശമില്ല. കുട്ടി വൈകിയെത്തിയാൽ ഇനി വൈകിയെത്തരുത് എന്ന് ഉപദേശിക്കാം. അല്ലാതെ കുട്ടിയുടെ മാനസിക നിലയെ ബാധിക്കുന്ന രീതിയിൽ ഇരുട്ടുമുറിയിൽ അടച്ചിടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ കുറഞ്ഞു വരുന്നതെന്നും മന്ത്രി പ്രതികരിച്ചു. കുട്ടിയെ ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ടതിന്റെ പേരിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധവുമായി രക്ഷകർത്താക്കളും പൊതുപ്രവർത്തകരും രംഗത്തെത്തിയിരുന്നു. പ്രശ്നം നിലനിൽക്കെ മാനേജ്മെന്റ് പ്രതിനിധികൾ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് വിദ്യാർത്ഥികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുകയും പ്രകോപനത്തിന് ശ്രമിക്കുകയും ചെയ്തതിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട് PDP ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴക്കാല തൃക്കാക്കര പോലീസിന് പരാതി നൽകി.